നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തികച്ചു കാണില്ല. അത് വിറ്റാ പോലും 1 ലക്ഷം തികച്ചു കിട്ടത്തുമില്ല. ആ രേണുവേ, അതെ, ഇവനൊരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അടുത്ത മാസം എന്റെ ഡെപ്പോസിറ്റ് മെച്ചൂർഡാവും. അപ്പൊ ഞാൻ എടുത്തു തന്നേക്കാം. നിന്റെ ഈ മാല എന്ന് പണയം വെക്കാൻ താ. ആഹാ, കൊള്ളാലോ. നിങ്ങക്ക് പണയം വെക്കാൻ എന്റെ മാലയെ കണ്ടുള്ളൂ അല്ലേ? പെങ്ങൾ ആഭരണങ്ങൾ കെട്ടിത്തൂക്കി നടക്കുമ്പോ ഞാൻ വെറും കഴുത്തുമായിട്ട് നടക്കണമായിരിക്കും അല്ലേ? നിനക്കതിന് വേറൊരു ചെറിയ മാല കൂടി ഇരിപ്പില്ലേ? 1 മാസത്തെ കാര്യല്ലേ ഉള്ളൂ. അതുവരെ തൽക്കാലം നിനക്കാ മാല ഇടാലോ. ഇതാവുമ്പോ പണയം വെച്ചാൽ 2 ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും. അമ്മയുടെ താലിച്ചരട് പൊട്ടിച്ചിട്ട് തന്നെ വേണോടാ നിനക്ക് ബിസിനസ് തുടങ്ങാൻ. നീ എന്തിനാ അവനോട് ചാടിക്കടിക്കാൻ ചെല്ലുന്നത്? ഞാനല്ലേ മാല നിന്നോട് ചോദിച്ചത്. അത് ഞാൻ വാങ്ങിച്ചെന്ന മാല തന്നെയല്ലേ? ജീവിതത്തിലെ ആകപ്പാടെ ഒരു മാലയെ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ. അതും എന്റെ അരപ്പവന്റെ വളം ഊരി വിറ്റിട്ട്. അന്തസ്സുണ്ടോ മനുഷ്യ? ഇമാതിരി കാര്യങ്ങൾ ചോദിക്കാൻ നാണമുണ്ടോ നിങ്ങക്ക്? അല്ലെങ്കിൽ തന്നെ എത്ര പണമായാൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് വലിയ കോടീശ്വരിയായ അനന്തരവളുണ്ടല്ലോ, അവളോട് ചെന്ന് ചോദിക്ക്. അമ്മാവിന് പണത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ തലവഴി കൊട്ടക്കണക്കിന് പണം കൊണ്ടിട്ട് അഭിഷേകം നടത്തില്ലേ അവള്? അല്ലാതെ എന്നോട് തെണ്ടാൻ വരണ്ട. നിർത്താനോ? ഞാനെന്തിനു നിർത്തണം? നിങ്ങൾക്ക് ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു അഭിമാനക്കേടും തോന്നിയില്ലല്ലോ. അമ്മായി, വെറുതെ ഒരു വഴക്കാക്കണ്ട. എനിക്ക് പണയം വെച്ചുള്ള പണം വേണ്ട. തീർന്നില്ലേ? ഓ, വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാണല്ലേ? മാങ്ങ വീഴുന്നേ വീഴട്ടെ എന്ന് കരുതി. അമ്മയും മോനും ഇവിടെ വെറുതെ കിടന്ന് തിന്നു മുടിക്കുന്നതും പോരാഞ്ഞ് ഇപ്പോ എന്റെ സ്വർണത്തിനും പണത്തിനും കൂടി കണ്ണു വെച്ചിരിക്കല്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ എടുത്തി, പിന്നെ എന്തിനെങ്ങനെ അപമാനിക്കുന്നേ? സത്യം പറഞ്ഞാലേ അത് അപമാനമായി തോന്നുന്നുണ്ടല്ലേ? ഈ മനുഷ്യനുണ്ടാക്കുന്ന കാശ് മുഴുവൻ ഇവന്റെയും ഇവളുടെ പെങ്ങളുടെയും പഠിപ്പിനും തീറ്റയ്ക്കും വേണ്ടിയല്ലേ ഇങ്ങനെ തൊലച്ചു കളഞ്ഞത്? എനിക്കാവില്ലെന്ന് കരുതി എന്തും പറയാന്നോ? വെറുതെ അല്ല എന്റെ മോളെ നിങ്ങളെ ഈ പരുവത്തിലാക്കിയിട്ടത്. അയ്യോ അമ്മേ, അമ്മ അമ്മ ചന്ദ്രി, അമ്മേ, ചന്ദ്രി, അമ്മ എന്തു പറ്റി അമ്മേ? അമ്മേ, ചന്ദ്രിയെ, അമ്മ എണീക്ക്, എണീക്ക് ചന്ദ്രിയെ, അമ്മേ, അമ്മേ, അമ്മ എണീക്ക് അമ്മേ. ചന്ദ്രിയെ, നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. മണി 2 കഴിഞ്ഞിട്ടും ഗൗതമിനെ ഇനിയും കാണുന്നില്ലല്ലോ അമ്മ. നീ ഒന്നുകൂടൊന്ന് വിളിച്ചു നോക്ക്, അറിയാലോ അവന്റെ കാര്യം. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവന് വീടും കുടുംബം ഒന്നുമില്ല, എല്ലാം അങ്ങ് മറക്കും. 1 മണിക്കൂർ മുൻപ് ഞാൻ വിളിച്ചപ്പോ കൃത്യം 2 മണിക്ക് തന്നെ എത്തുമെന്ന് പറഞ്ഞതാ. നമ്മൾ എപ്പോഴെപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. എങ്കിൽ നീ ചെന്ന് റെഡിയാവ്. അവൻ വന്ന് അപ്പൊ തന്നെ ഫംഗ്ഷന് പോകാനായിട്ട് അങ്ങ് ഇറങ്ങാലോ. എന്തായാലും ഗൗതമിന് ഫ്രഷ് ആവാതെ പോകാൻ പറ്റില്ല. ആ സമയം മതി എനിക്ക് റെഡിയാവാൻ. അല്ല നിധി, പ്രണവും ശിവാനിയും ഫംഗ്ഷന് വരുന്നുണ്ടായിരിക്കോ? ശിവാനിയെ കൊണ്ട് പ്രണവ് ഫംഗ്ഷന് പോവാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അപ്പോഴത്തെ വാശിക്ക് അവൻ കയറി ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്നതല്ലേ. ശിവാനി, അല്ല, നിങ്ങൾ ഫംഗ്ഷന് പോവാണോ പ്രണവ്? വരുമ്പോഴും പോകുമ്പോഴും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ഇവിടെ പോലീസ് സ്റ്റേഷൻ നടത്തുവന്നു. എന്തിനാ പ്രണവ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? ഒരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി അങ്ങ് പറഞ്ഞാ പോരെ? പ്രണവിന് ഒരു കപ്പിൾസ് പാർട്ടി ഉണ്ടെന്ന്, അപ്പൊ അതിന് ഞാനും പങ്കെടുത്തേ പറ്റുമെന്ന് പ്രണവിന് ഒരേ വാശി. നോക്ക് പ്രണവേ, ഓരോ വാശിക്ക് വേണ്ടാത്ത ഓരോ പണി ഒപ്പിച്ച് വെക്കല്ലേ നീ. അവസാനം ഇതെല്ലാം ഊര കൊടുക്കാവും. ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ അറിയുന്നുണ്ട്. ഒരു പ്രോജക്റ്റ് നഷ്ടപ്പെട്ടതിലല്ല, അത് CKC തന്നെ കൊണ്ടുപോയി എന്നതിന്റെ ദേഷ്യമായിരുന്നു ഗൗതമിന്. അതിന് നീ ഇങ്ങനെ വാശി തീർക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ ഗൗതമിന് മാത്രമേ ദേഷ്യം വരാൻ പാടുള്ളൂ നിയമം വല്ലതും ഉണ്ടോ? ആർക്ക് വേണമെങ്കിലും പ്രണവിനെ അപമാനിക്കാം, ആരുടെ മുന്നിൽ വെച്ച് വേണമെങ്കിലും കളിയാക്കാം. എന്ത് ചെയ്താലും പ്രണവ് അങ്ങ് സഹിച്ചോളണം, ക്ഷമിച്ചോളണം, അല്ലേ? പ്രണവേ പ്ലീസ്, നമ്മൾ ഒരു നല്ല വഴിക്ക് ഇറങ്ങല്ലേ? അല്ലെങ്കിൽ തന്നെ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ?
അതിന്റെ പേരിൽ വീണ്ടും വഴക്കുണ്ടാക്കാൻ നിന്ന് എന്ത് ചെയ്യും? വഴക്കൊന്നും അല്ല, പറയാനുള്ളത് തുറന്നു പറയാനും മറയില്ലാതെ പ്രവർത്തിക്കാനുമാണ് ഇനി എന്റെ തീരുമാനം. നീ എന്താ വീണ്ടും പഴയപടി തുടങ്ങാണോ പ്രണവേ? പഴയതൊന്നും അല്ല, ഇത് പുതിയ രീതിയാ. സഹിക്കാൻ പറ്റുമെന്നുള്ളവര് സഹിച്ചാൽ മതി, അല്ലാത്തവർ എന്റെ മുന്നിലോട്ട് വരാതിരുന്നാ മതി.